നമസ്കാരം. ബഡ്ജറ്റ് അവതരിപ്പിച്ചു. സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അതിനകത്ത് പറഞ്ഞില്ല എന്നൊരു വലിയ വിവാദമുണ്ടായി. ശരിക്കും പറഞ്ഞാൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2500 രൂപ ആക്കുമെന്ന് ആദ്യം പറഞ്ഞത് LDF ആണ്. അവർ 1500 ആക്കി, പിന്നെ 100 രൂപ കൂട്ടി 1600 ആക്കി, പോകാൻ സമയത്ത് 2000 ആക്കി. പോകുന്നതിന് തലേ ദിവസം മാസം മാത്രം. 5 വർഷം മുമ്പ് പറഞ്ഞതിന് 5-ാം വർഷത്തിൽ തീരാൻ സമയത്താണ് ആക്കിയത്. എന്നാൽ UDFനെ സംബന്ധിച്ചിടത്തോളം അവർ 3000 രൂപ ആക്കുമെന്ന് മാനിഫെസ്റ്റോയിൽ പറഞ്ഞു. അത് ഇന്ദിരാ ഗ്യാരണ്ടി പ്രോഗ്രാമിലും അവർ പറഞ്ഞിരുന്നു. എന്നാൽ ബഡ്ജറ്റിൽ അത് പ്രഖ്യാപിച്ചില്ല. ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കാതിരുന്നപ്പോൾ വലിയ വിമർശനമുണ്ടായി. അതേസമയം ഈ മാസം 24-ാം തീയതി മുതൽ സാമൂഹ്യ പെൻഷൻ കൊടുക്കുമെന്നും 3000 രൂപ ആക്കുന്നത് കൃത്യമായി നടപ്പിലാക്കുമെന്നാണ് VD സതീശൻ നിയമസഭയിൽ പറഞ്ഞത്. ഞങ്ങൾ പറയുന്നതേ ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ, പറയുന്നത് ചെയ്യും. അപ്പോൾ പക്ഷേ വേറൊരു ചോദ്യം കൂടി VD സതീശൻ ചോദിച്ചു. വിദേശ രാജ്യങ്ങളിൽ ഇരിക്കുന്ന മക്കളുടെ അച്ഛനും അമ്മയും നാട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഇത് കൊടുക്കണോ, AC വീട്ടിലുണ്ടെങ്കിൽ കൊടുക്കണോ എന്നൊക്കെ ഉള്ള ചർച്ച വന്നു. അപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു, വിദേശത്ത് മക്കളിരിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ മക്കൾ അച്ഛനും അമ്മയ്ക്കും പണം അയച്ചു കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ശരിയാണ്, എത്രയോ ആളുകൾ വിദേശത്തിരിക്കുന്നു, സ്വദേശത്തിരിക്കുന്നു, ജോലിയുണ്ട്. എല്ലാ മക്കളും അച്ഛനും അമ്മയ്ക്കും പൈസ കൊടുത്തു കൊള്ളണമെന്ന് ഒരു നിർബന്ധമില്ല. അച്ഛനും അമ്മയ്ക്കും പെൻഷനൊന്നുമില്ല, വേറെ വരുമാനമൊന്നും ഇല്ലെങ്കിൽ മക്കൾ കൊടുക്കാതിരുന്നാൽ അവരുടെ കാര്യം കഷ്ടം തന്നെയാണ്. അപ്പോൾ VD സതീശൻ പറഞ്ഞു അത് പരിശോധിക്കപ്പെടേണ്ടതാണ് തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും 2 കാര്യം നടക്കാൻ സാധ്യതയുണ്ട്. ഒന്ന്, 3000 രൂപ ആക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്, യാതൊരു തർക്കവുമില്ല. രണ്ടാമത്, ഈ മാസം തന്നെ മിക്കവാറും ജൂൺ മാസം മുതൽ തന്നെ 3000 രൂപ ആക്കും. അതോടൊപ്പം കൃത്യമായ പരിശോധന നടക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റൊക്കെ കൊടുക്കേണ്ടി വരും. വിദേശത്ത് മക്കളുണ്ടെങ്കിൽ അവർ പൈസയൊന്നും തരുന്നില്ല, കൊടുക്കുന്നില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. എന്തായാലും വിശദമായ ഒരു പരിശോധന അതിനകത്ത് നടത്താൻ തന്നെയാണ് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. 65 ലക്ഷം പേർക്കാണ് സോഷ്യൽ സെക്യൂരിറ്റി കൊടുക്കുന്നത്. 3.5 കോടി 3.25 കോടി ആളുകളുള്ളൊരു സ്ഥലത്ത് 65 ലക്ഷം പേർക്കാണ് 60 വയസ്സ് കഴിഞ്ഞവർക്ക് സോഷ്യൽ പെൻഷൻ കൊടുക്കുന്നത്. മറ്റ് സർക്കാരിൻ്റെ പെൻഷനുകൾ കിട്ടാത്തവർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി പെൻഷൻകാർ തന്നെ എല്ലാം കൂടി 1 കോടി വരും. അപ്പോൾ അത് വലിയൊരു സംഖ്യയാണ്. എന്തായാലും 60 വയസ്സ് കഴിഞ്ഞവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നു. പക്ഷേ ഇപ്പോൾ വിധവ പെൻഷൻ, വികലാംഗ പെൻഷൻ, അങ്ങനെ പലതരം പെൻഷനുകളില്ല. അതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ സാമൂഹ്യ പെൻഷൻ, സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ എന്ന ഒറ്റ പെൻഷൻ കൊടുക്കുന്നത്. അത് വാങ്ങുന്ന ഞാൻ ഈ പറഞ്ഞ പോലെ 10-65 ലക്ഷം ആളുകളുണ്ട്. വലിയ ഒരു സംഖ്യയാണത്. അപ്പോൾ തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. എന്തായാലും 3000 രൂപ കൊടുക്കാൻ തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ശക്തമായ തീരുമാനം.